ഇപ്പം ലോകത്തിലിപ്പോൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് ഒരു പിടിയില്ല. യുദ്ധം നടക്കുന്നുണ്ട്, അത് നമുക്ക് പ്രത്യക്ഷമായിട്ട് മനസ്സിലാവുന്നുണ്ട്. നമ്മുടെ സഹോദരങ്ങളും നമ്മുടെ കുട്ടികളും ഒക്കെ താമസിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിൽ പലയിടത്തും ഇന്നലെയും മിസൈൽ ആക്രമണങ്ങൾ ഉണ്ടായി. മിസൈൽ ആക്രമണങ്ങൾ കൂടുതൽ ടാർഗറ്റഡ് ആണ്. സിവിലിയൻ ഏരിയസിലേക്ക് ഒരിക്കലും പോകുന്നില്ല. അമേരിക്കൻ മിലിറ്ററി ഇൻസ്റ്റലേഷൻസിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ ദിവസവും ഉണ്ടായത് ബഹ്റൈനിലാണ് ഒന്നുണ്ടായത്, പിന്നെ ഒന്ന് സൗദി അറേബ്യയിലാണ് ഉണ്ടായത്, അതുപോലെ തന്നെ മറ്റൊന്ന് UAE. ആ UAEയിൽപ്പെട്ട അബുദാബി എന്ന് പറയുന്ന എമിറേറ്റിലാണ് ഉണ്ടായത്. ഇതെല്ലാം അമേരിക്കൻ സങ്കേതങ്ങളെ ലക്ഷ്യമിട്ടുള്ളതാണ്. അവിടെ ഒരു മരണം ഉണ്ടായിട്ടുണ്ട്, ഒരു ഇന്ത്യക്കാരനാണ് മരിച്ചത്. അത് അബുദാബിയിലാണ്. അത് ഈ നിൽക്കുന്ന അമേരിക്കൻ മിലിറ്ററി ഇൻസ്റ്റലേഷനിൽ, അമേരിക്കൻ മിലിറ്ററി സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ സിവിലിയൻസും ഉണ്ടാവുമല്ലോ ജോലിക്കാരായിട്ട്. അവരിൽ ഒരാളാണ് മരിച്ചതെന്നാണ് വിവരം കിട്ടുന്നത്. അല്ല, സിവിലിയൻ ഏരിയസിലേക്ക് ഇസ്രായേൽ ഇറാനിൽ ചെയ്തതുപോലെ തെമ്മാടിത്തരം, കുട്ടികളെ കൊല്ലുക, സ്കൂൾ ടാർഗറ്റ് ചെയ്ത് തെമ്മാടികളെ പോലെ കൊല്ലുക എന്നൊരു തെമ്മാടിത്തം ഇതുവരെ ഇറാൻ ഇപ്പോഴും ഇത്രയധികം നഷ്ടങ്ങൾ സഹിച്ചിട്ടും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനി സംഭവിച്ചുകൂടാന്നില്ല. കാരണം പ്രകോപനങ്ങൾ ഇനിയും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടനിലെയും ജർമ്മനിയിലെയും സൈനിക വിമാനത്താവളങ്ങൾ വഴി C-17 വിമാനങ്ങളിലായിട്ട് ധാരാളം മെറീൻസിനെ, 2000-ലധികം മെറീൻസിനെ അവർ ഇസ്രായേലിലേക്ക് വിട്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ചർച്ചകളെന്ന് പറയുന്നു. 2 ദിവസത്തെ അന്ത്യശ്വാസനം, 5 മണിക്കൂർ തൊട്ടു മുമ്പ് ലോകത്തെ മുഴുവൻ മുൾമുനയിൽ നിർത്തിയിട്ട് ട്രംപ് എന്ന് പറയുന്ന എന്തു ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി യാതൊരു പിടിയുമില്ലാത്ത കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള, കൺഫ്യൂഷൻ വസ്റ്റ് കൺഫൗണ്ടഡ് എന്നൊരു ചൊല്ലുണ്ട്. അതുപോലെ കൺഫ്യൂഷനിലായിരിക്കുന്ന ട്രംപ് എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ടു ബി ഓർ നോട്ട് ടു ബി എന്നുള്ള ഹാംലെറ്റ് രാജകുമാരൻ്റെ കൺഫ്യൂഷൻ പോലൊരു കൺഫ്യൂഷനിൽ മെറീൻസിനെ ഒരു വശത്തേക്ക് കടത്തിവിടുന്നുമുണ്ട്, യുദ്ധത്തിൻ്റെ ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തെ, അത് ഇറാനേക്കാൾ എത്രയോ ഭീകരമായിട്ടുള്ളൊരു രാജ്യമാണ്. അവരെയാണ് അതിന് മധ്യസ്ഥരായിട്ട് എടുത്തിട്ടുള്ളത്. നല്ല ചോയ്സ്. പാകിസ്ഥാനെ, അതുപോലെ തന്നെ സൗദി അറേബ്യയെ, പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധതന്ത്ര കരാർ ഉണ്ടാക്കിയിരിക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ. അതായത് പാകിസ്ഥാന് നേരെ ഏത് രാജ്യം ആക്രമിച്ചാലും അത് ഞങ്ങൾക്കെതിരെയുള്ള യുദ്ധമാക്കി കണക്കാക്കി ഞങ്ങൾ ഇടപെടും എന്ന് സൗദി അറേബ്യ എഴുതി ഒപ്പുവെച്ചിരിക്കുകയാണ്, ഇങ്ക് ചെയ്തിരിക്കുകയാണ്. തിരിച്ചും സൗദി അറേബ്യക്കെതിരെ ഏത് ആക്രമണം ഉണ്ടായാലും ഞങ്ങൾ ഇടപെടും എന്നുള്ള ഒരു കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന 2 രാജ്യങ്ങളാണ് പാകിസ്ഥാനും സൗദി അറേബ്യയും. അതിനു പുറമെ തുർക്കി എന്ന് പറയുന്ന ചതിയൻ രാഷ്ട്രവും. അപ്പോൾ അങ്ങനെയുള്ള ചെകുത്താന്മാരുടെ ഒരു കൂട്ടായ്മയാണ് വാസ്തവത്തിൽ ഈ കരാറിന് പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ചെകുത്താന്മാർ പ്രവർത്തിച്ചാൽ എങ്ങനെ സമാധാനം കൈവരുമെന്നുള്ളത് നാം പലപ്പോഴും കണ്ടിട്ടുള്ളതാണല്ലോ. അപ്പോൾ ഈ സാത്താൻ്റെ ചതി എന്ന് പറയുന്ന പ്രവർത്തനം അമേരിക്ക കാണിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അവിടുത്തെ എവാഞ്ചലിക്കൽ ലോബിയുടെയും സയണിസ്റ്റ് ലോബിയുടെയും ഒക്കെ പിന്തുണയോട് കൂടിയിട്ട് നടത്തുന്ന ഒരു അന്ധവിശ്വാസ ജടിലമായിട്ടുള്ള യുദ്ധമാണിതെന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. അതും ഓൾഡ് ടെസ്റ്റാമെൻറ്റിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. അമേരിക്കയിലെ ഇവാഞ്ചലിസ്റ്റുകളും ഓൾഡ് ടെസ്റ്റാമെൻറ്റിൽ വിശ്വസിക്കുന്ന രാജ്യമാണ്. 175 കുട്ടികളെ കുരുതി കൊടുത്താൽ ഈ യുദ്ധം വിജയിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ടോ കുരുതി കൊടുത്ത ആരാ? ഇസ്രായേലിലെ കുട്ടികളെ അല്ല, ഇറാൻ എന്ന് പറയുന്ന അവർ ദുർബലമെന്ന് കരുതിയ രാഷ്ട്രത്തിലെ 175 കുട്ടികളെ, 7-നും 9-നും വയസ്സ് പ്രായമുള്ള കുട്ടികളെ അവിടെ ഇട്ട് ബലി കഴിച്ചു. എന്നിട്ട് യുദ്ധം ജയിച്ചോ ഈ ചെറുത്താന്മാരുടെ വേട്ടയിൽ? ഇല്ല. ഇപ്പോഴും യുദ്ധം, അതിൻ്റെ വിജയം, ആ വിജയത്തിൻ്റെ താക്കോൽ ഇപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇറാൻ തന്നെയാണ്. ഇറാൻ്റെ കൈകളിൽ തന്നെയാണ് ആ താക്കോലിരിക്കുന്നതെന്ന് ഹോർമൂസ് കടലിടുക്കിലൂടെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന, ലേറ്റസ്റ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന, ഞാൻ ഈ പറയുന്ന നിമിഷം വന്നുകൊണ്ടിരിക്കുന്ന 4 കപ്പലുകൾ തെളിയിക്കുന്നു. ഇന്ത്യയുടെ കപ്പലുകൾ കണ്ടാൽ സുരക്ഷാ ഭടന്മാർ സല്യൂട്ട് അടിച്ചുകൊണ്ട് തോക്കുകൾ താഴോട്ട് പിടിച്ചു വയ്ക്കും. അതാണ് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു കോർഡിനേഷൻ്റെ, ഇറാനും ഇന്ത്യയും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയെ അവർ ബഹുമാനിക്കുന്നു, വിശ്വസിക്കുന്നു. അതുതന്നെയാണ് കാര്യം. പാകിസ്ഥാനെ വിശ്വസിക്കത്തില്ല. അതിനു കൊണ്ടുപോയ ഒരു ഉദാഹരണം, പാകിസ്ഥാൻ്റെ ഒരു കപ്പൽ അവർ സുരക്ഷാ കാരണങ്ങൾ അവിടെ തടഞ്ഞു വെച്ചു. കാരണം ഇതിന് ഒരു മോഡസ് ഓപ്പറൻഡി ഉണ്ട്, നടപടിക്രമങ്ങളുണ്ട്. ഞങ്ങളുടെ കടലാണ്, ഇതിലൂടെ പോകുന്നതിന് സുരക്ഷ വേണമെങ്കിൽ ഈ ചട്ടങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ചട്ടങ്ങളൊന്നും പാലിക്കാതെ ഇങ്ങോട്ട് വന്നു, കപ്പൽ അവിടെ തടഞ്ഞു വെച്ചു. എന്ത് ചെയ്തു പാകിസ്ഥാൻ? ഒരു കുന്തവും ചെയ്തില്ല.
തോറ്റ സൈനികരെ പോലെ അവർ നിന്നതേ ഉള്ളൂ. ഒരു കുന്തവും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്, രോമാഞ്ചപ്പെടുത്തുന്ന കാര്യമേ അല്ല, യുദ്ധമെന്ന് പറയുന്ന ഒരു രോമാഞ്ചമേ അല്ല, ത്രില്ലുമല്ല. ഇവിടെ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ചൈനയുടെ GPS സിസ്റ്റമാണ്. ബെയ്തു എന്നാണ് അതിൻ്റെ പേര്. ബെയ്തു എന്ന് പറയുന്ന ഒരു GPS പകരമായിട്ടുള്ള ഒരു ബദൽ സിസ്റ്റം. ഈ GPS എന്ന് പറയുന്ന അമേരിക്കയുടെ സംവിധാനമാണ്. നേരത്തെ ഒരിക്കൽ 1980കളിൽ ഇറാനിൽ നിന്ന് പെട്രോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന കപ്പലുകൾ അവരുടെ ദിശ തെറ്റിക്കാൻ വേണ്ടിയിട്ട് GPS സംവിധാനം അനുവദിച്ചു കൊടുത്തില്ല അമേരിക്ക. അതിനൊരു തിരിച്ചടിയായിട്ടാണ് ചൈന സ്വന്തമായിട്ട് തന്നെ ബെയ്മു എന്ന് പറയുന്ന അവരുടെ GPS സിസ്റ്റം ഉണ്ടാക്കിയത്. ഇതുപോലെ തന്നെ റഷ്യയ്ക്കും സ്വന്തം GPS സിസ്റ്റമുണ്ട്. അതായത് GPS സിസ്റ്റത്തിന് പാരലായിട്ട് അവരുടെ സിസ്റ്റം, ആരിത് ഉപയോഗിച്ചാലും അത് നിയന്ത്രിക്കാനും അത് ഇല്ലാതാക്കാനും എല്ലാം കഴിയുന്ന തരത്തിൽ അവരുടെ കംപ്ലീറ്റ് കൺട്രോളിലായിരിക്കും അത്. അപ്പോൾ അങ്ങനെ അത് അവർ നിർമ്മിച്ചിട്ടുണ്ട്. ഈ ബെയ്മു എന്ന് പറയുന്ന ചൈനയുടെ നേവിഗേഷൻ സിസ്റ്റമാണ് ഇസ്രായേൽ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ അതിനുള്ള സ്പഷ്ടമായ തെളിവ് കിട്ടിയിരിക്കുന്നു. ഇതുവരെ ഒരാക്രമണത്തിലും ഏതെങ്കിലും അറബ് രാജ്യത്തിനോ അല്ലെങ്കിൽ ഹമാസിനോ ഹെസ്ബുള്ളയ്ക്കോ ഹൂത്തികൾക്ക് പോലുമോ ആക്രമിക്കാൻ കഴിയാതിരുന്ന വലിയൊരു അത്ഭുതമാണ് ടെൽ അവീവിലെ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ്. പക്ഷേ മിനിയാന്ന് കൃത്യമായിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസിലേക്ക് മിസൈൽ അയക്കുന്നതിൽ ഇറാൻ വൻ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നു. എന്ന് മാത്രമല്ല, ബെഞ്ചമിൻ നെതന്യാഹു മരിച്ചോ എന്നുള്ളൊരു സംശയം ഉണ്ടാവില്ല. അദ്ദേഹം മരിച്ചിട്ടുണ്ടാവില്ല, അതിനേക്കാൾ വലിയ ബുദ്ധിമാൻ തന്ത്രശാലിയാണ്. പക്ഷേ അങ്ങനൊരു ഭീതി ഇസ്രായേൽ വിതയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അത്രമാത്രം ഈ ഒറ്റ രാജ്യം. മറ്റ് രാജ്യങ്ങൾ നോക്കണം, നാറ്റോയും അതുപോലെ തന്നെ ഇസ്രായേലും അമേരിക്കയും എല്ലാം കൂടെ ചേർന്നാണ് ഇയാൾക്കെതിരെ ആക്രമണം നടത്തുന്നത്. ഈ ഇസ്രായേൽ മാത്രം മതിയല്ലോ ഇറാനെ തകർക്കാൻ എന്നാണല്ലോ നമ്മൾ വിചാരിച്ചത്. കാരണം അറബ് രാജ്യങ്ങളായിട്ടുള്ള ഈജിപ്റ്റ്, സിറിയ, ഈ അറബ് രാജ്യങ്ങൾ, ആ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, സൗദി അറേബ്യ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ വലിയ വളഞ്ഞിട്ടാക്രമണം ഉണ്ടായപ്പോഴും പിടിച്ചു നിന്ന ഇസ്രായേലാണ്. പിടിച്ചു നിന്നെന്ന് മാത്രമല്ല, പടപൊരുതി അവരോട് ജയിച്ച രാജ്യമാണ് ഇസ്രായേൽ. ആ ജെറുസലേമിന് വേണ്ടി, വിശുദ്ധമായിട്ടുള്ള ആ വിശുദ്ധ നഗരത്തിന് വേണ്ടിയായിരുന്നു പോരാട്ടം. ഇപ്പോൾ നോക്കൂ, യെറൂസലേം ഇസ്രായേലിൻ്റെ കയ്യിലാണ്. ആ യെറൂസലേമിലേക്ക് അതീവ പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള മേഖലയാണ്. എല്ലാ ആധുനിക യുദ്ധ സാമഗ്രികളും വെച്ച് പ്രൊട്ടക്റ്റ് ചെയ്യാണ്. കാരണം ഈ അറബ് രാജ്യങ്ങളെല്ലാം കൂടി അത് പിടിച്ചെടുത്ത് കളയുമെന്നൊരു പേടിയുള്ളതുകൊണ്ട് ആ രാജ്യത്തേക്ക് വരെ മിസൈൽ അയച്ച് അവിടെ ഭീതിയുടെ തീ വിതച്ചിരിക്കുകയാണ് ഇറാൻ. ഇതൊരു വീരകൃത്യമാണെന്നൊന്നും പറയുകയല്ല, തിരിച്ചടിക്കാനുള്ള ഇറാൻ്റെ പ്രഹരശേഷി ഒട്ടും കുറയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഓരോ ദിവസവും ഏറ്റവും പുതിയതാണ് ഇസ്രായേലും അമേരിക്കയും ഇറാന് നേരെ പ്രയോഗിച്ചത്. ഇപ്പോഴങ്ങ് തീർത്ത് കളയാം എന്ന് വിചാരിച്ച്. പക്ഷേ ഇറാൻ അങ്ങനെയല്ല. ആദ്യം ഏറ്റവും വില കുറഞ്ഞ യുദ്ധസാമഗ്രികൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ വന്ന് അവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് ഏറ്റവും ആധുനികമായിട്ടുള്ള തരത്തിലുള്ളതാണ്. പ്രിസിഷനോടുകൂടിയാണ്, ബെയ്മുവിൻ്റെ സഹായത്തോടുകൂടി അവരെങ്ങോട്ട് ഉദ്ദേശിക്കുന്നു അവിടെ കൃത്യതയോടുകൂടി ഇസ്രായേലിനെ അതിശയിപ്പിക്കുന്ന തരത്തിൽ ലോഞ്ച് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ലോഞ്ച് ചെയ്യുമ്പോൾ പോലും മര്യാദകെട്ട് ഒരു പ്രദേശത്തേക്ക് അവർ മിസൈൽ അയച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ ടെൽ അവീവിനടുത്ത് അവരുടെ 2 ആണവ നിലയങ്ങൾക്ക് നേരെ ആക്രമണം നടത്തി. അത് ബെഞ്ചമിൻ നെതന്യാഹുവിന് വലിയൊരു നാണക്കേടായിപ്പോയി. അതുകൊണ്ട് അത് വ്യാഖ്യാനിച്ച് പറഞ്ഞത്, അസാധാരണമായ വ്യാഖ്യാന പാഠവും കൊണ്ട് പറഞ്ഞത്, അത് സിവിൽ ഏരിയയിലാണ്, അതായത് സാധാരണ പൗരന്മാർ താമസിക്കുന്ന റെസിഡൻഷ്യൽ ഏരിയയിലാണ് മിസൈൽ അയച്ചത് എന്നാണ്. അങ്ങനെയൊന്നുമല്ല, കറക്റ്റായിട്ട് അവിടെ തന്നെയാണ്. അതിന് വലിയതായിട്ടുള്ള ഡാമേജും വന്നിട്ടുണ്ട്. ടെൽ അവീവിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം കടുത്ത ഡാമേജുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ എന്നീ 3 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന ദി തിയേറ്റർ ഓഫ് വാർ ഇപ്പോൾ അവിടുത്തെ ഷോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ വയ്യ. യുദ്ധം തീർന്നുവെന്നും ട്രംപ് പറയുന്ന ഒരു കാര്യം പോലും വിശ്വസിക്കാൻ വയ്യാത്തതുകൊണ്ട് ഇനി അടുത്തതെന്താണ്, അടുത്ത നിമിഷം എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയാൻ വയ്യാത്തതുകൊണ്ടും നാടകീയമായ നീക്കങ്ങളാണ് അവർ നടത്തുന്നതെന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.